സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പാപം നിവാസികളെ, മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് എവിടെ ആയിരിക്കുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചു കൊള്ളണം. കാരണം ആ മരണശേഷം എത്തുന്ന ആ സ്ഥലം, ആ ജീവിതം പെർമനന്റ് ആണ്. ആർക്കും അവിടെ നിന്ന് ട്രാൻസ്ഫർ ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ സാധ്യമല്ല. ആരൊക്കെ എവിടൊക്കെ പോകും? ഒരു പാപിയായ മനുഷ്യൻ, ഒരു ദുഷ്ടനായ മനുഷ്യൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരുവൻ, അവൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപെടുമ്പോൾ അവനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ചിലർ വരും. എവിടേക്കാണ് പോകുന്നത്? അവിടുത്തെ ആളുകളാണ് വരുന്നത്. പാപിയാണെങ്കിൽ മരിച്ചാൽ അവന്റെ ആത്മാവ് യാതൊരാ സ്ഥലത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ, ഒരു ദൈവഭക്തൻ, അവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് പറുദീസയിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എവിടേക്ക് പോകുന്നു? അവിടുത്തെ കിങ്കരന്മാർ വരും കൊണ്ടുപോകുവാനായിട്ട്. അവന്റെ ശരീരം ഒരു ദൈവമല്ലാണെങ്കിൽ ദൈവദൂതന്മാർ വരും. ദൈവത്തിന് സ്തോത്രം. മരിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ആത്മാവിനെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലം യാതൊരാ സ്ഥലം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് വ്യക്തമായി ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ നിന്നും ചുറ്റിക്കളഞ്ഞ് നടക്കുകയില്ല. കെട്ടിയാവുന്ന ചത്തവരായിരുന്നാലും, അപകടത്തിൽ മരിച്ചവരായിരുന്നാലും, ആത്മഹത്യ ചെയ്തവരായിരുന്നാലും, സ്വാഭാവിക മരണം കൈവരിച്ച വ്യക്തിയായിരുന്നാലും, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി നടക്കുകയില്ല. അത് പോകേണ്ട സ്ഥാനത്തേക്ക് പോകും. പാപിയാണെങ്കിൽ അവന്റെ ആത്മാവ് യാതൊരാ സ്ഥലത്തേക്ക് പോകും. ചിലർ വിചാരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ലെന്നാ. അങ്ങനെയല്ല. മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിന് കാണാനുള്ള നല്ല കാഴ്ച ശക്തി ഉണ്ടായിരിക്കും, കേൾക്കുവാനുള്ള നല്ല കേൾവി ശക്തി ഉണ്ടായിരിക്കും. ഒരുപക്ഷെ മരിക്കുന്ന സമയത്ത് ഈ ഇയർഫോൺ പൊട്ടിപ്പോയിട്ട് കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ആത്മാവിന് നല്ല കേൾവി ശക്തി ഉണ്ടാകും, അവന്റെ കണ്ണിന് നല്ല കാഴ്ച ശക്തി ഉണ്ടാകും, അവനൊരു ശരീരം പഴയതുപോലെ മണ്ണേറും. ദൈവത്തിന് സ്വന്തം എന്ന് വിചാരിക്കും തത്വത്തോടെ തീർന്നില്ല. കണക്ക് പറയാൻ പോകുന്നത് മരണശേഷമാണ്. ഇപ്പോഴേ കരുതിക്കൊണ്ടാൽ നല്ലത്. ദൈവത്തിന് സ്വന്തം. അവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, ആ ലാസറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നയിക്കണമെന്ന്. ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഭൂമിയിൽ മരണാനന്തര കർമ്മങ്ങളൊക്കെയും മുടക്കം കൂടാതെ നടന്നു കാണും. കാരണം പുള്ളി പണക്കാരനാണ്, ചെയ്യാനുള്ള വഴിയുണ്ട്. ദൈവത്തിന് സ്വന്തം. ഇന്ന് പാരമ്പര്യ സഭകൾ വിശ്വസിക്കുന്നുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ട് 41 ദിവസം മുടക്കം കൂടാതെ കാര്യങ്ങൾ ചെയ്താൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന്. ഈ വചനം യേശുക്രിസ്തു തിരുവായി കഴിഞ്ഞ അരുളി ചെയ്തതായ വചനം മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത് കയ്യിൽ വെച്ചുകൊണ്ട് ഇത്ര ഭോഷത്വമായ കാര്യം ചെയ്യുന്നത് എത്ര മൂഢത്വമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നു, നീ അവിടെ കിടന്നുകൊള്ളുക, അവിടെ നിന്നൊരുവന് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല, ഇവിടെ നിന്നൊരുവന് അങ്ങോട്ട് പോകാനും സാധ്യമല്ല. മരണാനന്തര കർമ്മങ്ങളിലൂടെ ആത്മാവിന് രക്ഷയുണ്ടെന്ന് വ്യാമോഹിച്ച് അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ദയാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിനൊരുവൻ ഇരിക്കുന്നത് കണ്ടു, മരിച്ചവർ അപാലവൃത്തം ആ സിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അവിടെ പറയുന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മനുഷ്യന് അവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ന്യായവിധി എങ്ങനെയാ? അവന്റെ പ്രവൃത്തിക്കടുത്ത്. ചത്തു കഴിഞ്ഞ ഒരു പ്രവൃത്തിയുമില്ല. സഭാപ്രസംഗി 9:10 വാക്യം, ചെയ്യുവാനുള്ളതൊക്കെയും നീ ഇപ്പോൾ മുഴുവൻ ശക്തിയോടെ ചെയ്തു കൊള്ളുക. കാരണം നീ ചെല്ലുവാൻ പോകുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ ജ്ഞാനമോ അറിവോ ഇല്ല. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ പ്രവൃത്തിയില്ല. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നു ഒക്കെ ശക്തിയോടെ ചെയ്യുക. ഇപ്പോൾ ശക്തിയോടെ ചെയ്തു കൊള്ളുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ
ക്രിയയോ ഒരു പ്രവൃത്തിയുമില്ല. സൂത്രമോ ഇവിടെ പല സൂത്രമുണ്ട്. അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ചിലർ സൂത്രത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. കള്ളവും കരിഞ്ചന്തയും നടത്തി ദേശത്ത് മാന്യനായി സമൂഹത്തിന്റെ മുൻപാകെ ഇവിടെ മനുഷ്യന്റെ കണ്ണു വെട്ടിച്ച് ജീവിക്കാം. കൊള്ളയും കൊലപാതകവും നടത്തിയിട്ട് നിയമത്തിന്റെ കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മാന്യനായി ഈ സമൂഹത്തിന്റെ മുൻപാകെ ജീവിക്കാം. എന്നാൽ ഒരു സൂത്രവും നീ ചെല്ലുന്ന പാതാളത്തിൽ നടക്കുകയില്ല. പ്രവൃത്തിയൊക്കെയും ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ്. വ്യക്തമായി പറയുന്നു, മനുഷ്യന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടാകും. മനുഷ്യന്റെ നിത്യത അവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമാണ്. ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ എത്ര നാൾ ജീവിച്ചുവോ അതിനൊത്തവണ്ണമായ ഒരു നിത്യത നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഈ യാതൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇന്ന് ഈ ധനവാനോട് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, ശേഷം ചെയ്ത പ്രവൃത്തികളൊന്നും ഒരു ഫലവും ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അടുത്ത അപേക്ഷ ധനവാൻ അബ്രഹാം പിതാവിനോട് അയക്കുകയാണ്. എന്റെ 5 സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവരും തീർച്ചയായും ഇവിടെ വരത്തുള്ളൂ. കാരണം എന്നെക്കാൾ ഒട്ടും മോശക്കാരല്ല അവർ, തീർച്ചയായും ഇവിടെ വരത്തുള്ളൂ. അവരുടെ അടുക്കളയ്ക്ക് ലാസറിനെ ഒന്ന് അയക്കണം. മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടന്നുകൊണ്ട് കണ്ണു തള്ളുകയാണ്. നന്നായി ജീവിച്ചോണം, ഇല്ലെങ്കിൽ ഇവിടെ വന്നായിരിക്കും അകപ്പെടുന്നതെന്ന് ഒന്ന് പറയിക്കണേ എന്ന് അബ്രഹാം പിതാവിനോട് ഒരു അപേക്ഷ. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, പറ്റുകയില്ല മകനെ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അപ്പോൾ ഹനുമാൻ പറയും, ഇല്ലില്ല, ആ മോശയും പ്രവാചകന്മാരുടെ വാക്കൊന്നും അവർ കേൾക്കുന്നവരല്ല. കാരണം അവർ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാ. ഉപദേശിമാരുടെ വാക്കുവെല്ലാം കേൾക്കാൻ അവർക്ക് സമയമുണ്ടോ? സുവിശേഷ പ്രസംഗം കേൾക്കാൻ എവിടെ നേരം? ഐ ആം വെരി ബിസി. ഒരിക്കലും ഒരു സുവിശേഷകൻ ഒരു ട്രാക്റ്റുമായിട്ട് ഒരു ബിസിനസ്സുകാരനെ സമീപിച്ചു. പറഞ്ഞു, മരണാനന്തര ജീവിതത്തെ കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കണം. ഇന്ന് നീ മരിച്ചാൽ ആത്മാവിന്റെ നിശ്ചിത എവിടെയായിരിക്കും? അപ്പോൾ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഐ ആം വെരി ബിസി, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് ഒട്ടും സമയമില്ല, വളരെ തിരക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും തിരക്കാണ്. എന്നാൽ ഒരിക്കൽ മരണദൂതൻ അറസ്റ്റ് വാറന്റുമായിട്ട് വന്നു കെട്ടിക്കൊണ്ടുപോകാൻ. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വളരെ ബിസിയാണ്. അത് പറ്റുകയില്ല, ഒരു മിനിറ്റ് നിനക്ക് അനുവദിക്കണം, നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുക. ബിസിയാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല അവിടെ. ഇന്ന് സുവിശേഷം കേൾക്കുവാൻ സുവിശേഷത്തിന്റെ വാതിൽ ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. ന്യായവിധിയുടെ ദൂത്, വരുവാൻ പോകുന്ന ശിക്ഷാവിധിയുടെ ദൂത് ഈ ദേശത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. അടുത്ത നിമിഷം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുവാൻ കഴിയുകയില്ല. എത്ര ബലവാന്മാരാണ് നിമിഷങ്ങൾ കൊണ്ട് ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ. എന്താണ് പറയുന്നതെന്നറിയോ? ഹാർട്ട് അറ്റാക്ക്. നല്ല ആരോഗ്യത്തോടിരുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല, നടന്നു പോകുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിശ്ചയം എവിടെയായിരിക്കും? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെങ്കിൽ മരണാനന്തരം ആ യാതനാ സ്ഥലത്തേക്ക് പോകും, അവിടെ കിടക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെടുന്നവരെ അവിടെയായിരിക്കും. ആകാശവും ഭൂമിയും മാറ്റപ്പെടുമ്പോൾ വെള്ളസിംഹാസന ന്യായവിധിയിലേക്ക് കടന്നു വരും. പുസ്തകങ്ങൾ തുറക്കും. ഒരു മനുഷ്യൻ ജീവനോടിരുന്ന കാലത്ത് അവന്റെ ഓർമ്മയായ നാൾ മുതൽ ചെയ്ത സകല രഹസ്യവും പരസ്യവുമായ വിഷയങ്ങൾ ആരുടെയും സാക്ഷ്യം കൂടാതെ അവിടെ സകലരുടെയും മുൻപാകെ തെളിയിക്കപ്പെടും. തെളിഞ്ഞു വരും, സ്ക്രീനിൽ തെളിയുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്ലെയിനകത്ത് കയറണമെങ്കിൽ ടിവിയിൽ കൂടെ ഒരു ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അതിന്റെ മുമ്പിൽ കൂടെ കടന്നു പോയാൽ നമ്മുടെ പെട്ടിക്കകത്ത് എന്താ ഇരിക്കുന്ന, ഉപ്പേരിയാണോ സമ്മന്തി ഇടിച്ചതാണോ എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പെട്ടി ഒന്നും തുറക്കേണ്ട ആവശ്യമല്ല, ശരിയായിട്ടറിയാം. എങ്ങനെ പൊളിഞ്ഞു കെട്ടി വെച്ചിരുന്നാലും അതെല്ലാം അതിൽ തന്നെ വെളിപ്പെടും. ഏതെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ ഉടനെ സിഗ്നൽ നൽകും. മനുഷ്യരാരും പറഞ്ഞു കൊടുക്കണ്ട, അതുകൊണ്ട് അതിന് മുമ്പിൽ കൂടെ കയറ്റിവിട്ടാൽ മതി. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുൻപാകെ പോയി നിൽക്കുമ്പോൾ ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് ചെയ്തത് പകൽ പോലെയുള്ള വെളിച്ചത്തിൽ വെളിപ്പെട്ടു വരും. ആരുമറിയാതെ മോഷ്ടിച്ചതും ആരുമറിയാതെ കൊല ചെയ്തതും ആരുമറിയാതെ മറ്റുള്ളവന്റെ അപഹരിച്ചതും പിടിച്ചു പറിച്ചതും സമൂഹത്തിന്റെ മുൻപാകെ അത് കഴിഞ്ഞിട്ടും അന്യനായി നിലനിന്നതും നിയമം അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതും ഒക്കെ അവിടെ സകലരും മുൻപാകെ വെളിപ്പെട്ടു വരും. ആ നിൽപ്പാണ് കുറെ കഷ്ടം. നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. ഒരിക്കൽ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു യൗവനക്കാരനെ കുറെ പേര് വളഞ്ഞു പിടിച്ചു വെച്ചിരിക്കുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. കാണുന്നവരെല്ലാം ഓരോ ഇടി കൊടുക്കുന്നുണ്ട്. ഞാനും ചെന്ന് അടുത്ത് നിന്ന് നോക്കി എന്താ സംഭവം.
അന്വേഷിച്ചപ്പോഴാ പോക്കറ്റടി കേസാണ്. പുള്ളിയുടെ ഡെയിലി ചെലവിന് കൈവശമുള്ളത് തികയാതെ വന്നപ്പോൾ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരന്റെ പോക്കറ്റിലുണ്ടായിരുന്നത് തന്റെ കയ്യിൽ വന്നു. കൈയോടെ പിടിച്ചു, ബസ് സ്റ്റാൻഡിൽ ഇറക്കി, കിട്ടിയവനെല്ലാം ഇടിച്ചു. നല്ല യോഗ്യനായ, കണ്ടാൽ യോഗ്യനായ ചെറുപ്പക്കാരൻ, നല്ല വേഷമാണ് ധരിച്ചിരിക്കുന്നത്. എങ്കിലും അവന്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്കൂടെ സഹതാപം തോന്നി. ദൈവമേ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. ആ ഇടിയും കൊണ്ടുകൊണ്ടുള്ള നിപ്പ്, അവൻ പോക്കറ്റടിച്ചതല്ല കുഴപ്പം, പിടിക്കപ്പെട്ടു. എല്ലാവരും അറിഞ്ഞു ഞാൻ പോക്കറ്റടിക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കണേ, സകല മനുഷ്യന്റെ പ്രവൃത്തികളും ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന് മുൻപാകെ വെളിപ്പെട്ടു വരുന്ന സമയം അന്ന് ലജ്ജിച്ച് തലകുലിച്ച് എങ്ങോട്ട് ഓടാനാണ്? എവിടേക്ക് ഓടാനാണ്? ഓടി പറയുവാനൊരു സ്ഥലമൊന്നില്ല. സകലരും കാൺകെ സകല രഹസ്യങ്ങളും വെളിപ്പെട്ടു വരുന്ന ദിവസം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനുഷ്യന്റെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ഭയങ്കരമായിരിക്കും ആ നിൽപ്പ്. ന്യായം വിധിച്ചു കഴിഞ്ഞിട്ട് അവസാനമായിട്ടൊരു നോട്ടം, ജീവപുസ്തകത്തിൽ പേരുണ്ടോ? ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിടെ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 1000 വർഷമല്ല, കോടാനുകോടി വർഷങ്ങൾ, നിത്യമായ യുഗങ്ങൾ ആ തീപ്പൊയ്കയിൽ കിടന്ന് യാതൊരു അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഭൂമിയിലെ 60 വർഷത്തെയോ 50 വർഷത്തെയോ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവി നിശ്ചയം നിർണയിക്കപ്പെടുന്നത്. നിങ്ങൾ എവിടെ പോകും? പുറം നിവാസികൾ എവിടെ പോകും? എന്നെ ശബ്ദം കേൾക്കുന്നവർ എവിടെ പോകും? നിങ്ങളുടെ നിശ്ചയം എവിടെയായിരിക്കും? അത് ചിന്തിക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ ദൈവപിതാവ് ഒരു നല്ല അവസരം തന്നിരിക്കുകയാണ്. ഈ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ എന്താണ് മാർഗം? ദൈവത്തിന് സ്തോത്രം. ഒരു പാപിയായ മനുഷ്യൻ ഈ നിത്യത്തീപ്പൊയ്കയിലേക്കാണ് പോകുന്നത്. മനുഷ്യന്റെ ഈ അരിഷ്ടമായ അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നരകത്തിൽ നിന്ന്, യാതനാ സ്ഥലത്ത് നിന്ന് വിടുവിക്കുവാനായി മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടി വരാതുകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി ഈ ലോകത്തിൽ വന്ന് അവതരിച്ചു. സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളൊരു പാപിയാണെങ്കിൽ അതിന് യാതൊരു വ്യത്യാസവുമില്ല. മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല, ഉയർന്നവരെന്നോ താണവരെന്നോ വ്യത്യാസമില്ല. ഒരു പാപിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് പോകുന്നത് ഈ യാതനാ സ്ഥലത്തായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ യാതനാ സ്ഥലത്ത് നിന്ന് വിടുവിക്കപ്പെടുവാൻ എന്താണ് മാർഗം? വേദപുസ്തകം അരുളി ചെയ്യുന്നു, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഏകമാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രം. നിങ്ങളുടെ ആരാധന കൊണ്ടോ, നിങ്ങളുടെ കാഴ്ചകൾ കൊണ്ടോ, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ടോ ഒരിക്കലും ഈ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന്, നിത്യത്തീപ്പൊയ്കയിൽ നിന്ന് വിടുതൽ നേടുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടുവാൻ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുകയാണ്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു നാമം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നസ്രയനായ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാർ, ശ്രീഹന്മാർ 1-ാം നൂറ്റാണ്ടിൽ അത് വിളിച്ചു പറഞ്ഞെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അറിയിക്കുന്നതാണ് രക്ഷിക്കപ്പെടാൻ ഒരു മാർഗം മാത്രം. വായിക്കാം. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം, ഒരു നാമവുമില്ല. ഏതാണ് നാമം? നസ്രയനായ യേശു എന്ന നാമം. യേശുവിന്റെ അമ്മ മറിയ എന്നുള്ള നാമമല്ല, ശ്രീഹന്മാർ എന്നുള്ള നാമമല്ല. അപ്പോസ്തലന്മാർ അന്നാണ് പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബായിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ചു വരക്കുന്നു, ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. എത്ര നല്ല പാട്ട്. ഗലാത്യലേഖനം 1:8 ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ അറിയിച്ചത് എന്താണ്? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ
നസ്രയനായ യേശു എന്നുള്ള നാമമേ ഉള്ളൂ. എത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. മറ്റാരെങ്കിലും കൂടെ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിച്ച് അങ്ങനെ പഠിപ്പിക്കുകയും പരമാർത്ഥികളും അറിയാൻ പാടില്ലാത്തവരുമായ മനുഷ്യ സമൂഹത്തെ തെറ്റിക്കുന്നവരെ ദൈവത്തിന്റെ ശിക്ഷാവധി അത്ര വലുതായിരിക്കും. അവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ പറയുന്നതല്ല, അപ്പോസ്തലന്മാർ പറയുന്നതാണ്, നമ്മുടെ ജോലികളിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെടാൻ ഏക മാർഗം യേശു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങൾ പ്രയാസപ്പെടാൻ പറയുകയല്ല, നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നാൻ പറയുകയല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് അതിന് പറയുകയാണ്. മറ്റൊരു നാമമില്ല നസ്രയനായ യേശു എന്നുള്ള നാമം. എന്തുകൊണ്ടാണ് യേശു എന്നുള്ള നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം? അവനാണ് ദൈവപുത്രൻ, സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ വിശുദ്ധനായിരുന്നു. യേശുവിന് മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. കാരണം അവൻ പാപമില്ലാത്ത ദൈവപുത്രനാണ്. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പരിശുദ്ധ രക്തം അവന്റെ തിരകളിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പരിശുദ്ധ രക്തത്തിന് മാത്രമേ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. യേശുവിന്റെ അമ്മ മറിയയുടെ ശരീരത്തിൽ പരിശുദ്ധ രക്തമല്ല ഒഴുകിയത്, എന്നാൽ യേശുവിന്റെ തിരകളിൽ പരിശുദ്ധ രക്തം ഒഴുകി. എബ്രായലേഖനകർത്താവ് പറയുന്നു, ഫാദേറിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാസരക്തം. നിങ്ങളെ വീണ്ടെടുക്കുവാൻ കൊള്ളാവുന്നത് നസ്രയനായ യേശുവിന്റെ രക്തം മാത്രമാണ്. ആ യേശുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അവൻ മാത്രമാണ് സകല മനുഷ്യരുടെയും പാപങ്ങളെ തന്റെ മേൽ ചുമന്നത്. പാപങ്ങളെ ചുമന്നുകൊണ്ട് മലമുകളിൽ മലക്കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മുസ്ലിങ്ങളുടെ നാരിയായി ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ മുഴുവനായി ശരീരത്തെ മുഴുവൻ രക്തവും ചീണ്ടിക്കൊണ്ട് ഫലത്താരി എന്ന് പറഞ്ഞുകൊണ്ട് പിടഞ്ഞു മരിച്ച നസ്രയനായ യേശുവിന് മാത്രമേ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ. അവന് മാത്രമേ ഈ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, യാതനാസ്ഥലത്തിൽ നിന്ന്, തീപ്പൊയ്കയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. യേശുവിലേക്ക് കടന്നു വരും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കിടുകളെ ശുദ്ധീകരിക്കാൻ മതിയായതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിവേളയിൽ എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യൗവനക്കാരെ, പുറവൻ നിവാസികളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. തീപ്പൊയ്കയിൽ അകപ്പെടുവാനിടയാകരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ സത്യം വ്യക്തമാക്കി തന്നിരിക്കും. യേശുവിലേക്ക് കടന്നു വരുമോ? ഇന്ന് രാത്രിവേളയിൽ അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി, യേശുവേ, ഞാനൊരു പാപിയാണ്. കഴിഞ്ഞ നാളുകളിൽ സത്യമറിയാതെ ഞാൻ ജീവിച്ചു. എന്റെ പാരമ്പര്യം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അത് സത്യമല്ല എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കും. നീ മാത്രമാണ് രക്ഷിതാവ് എന്ന് ഞാൻ മനസ്സിലാക്കും. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. എന്റെ പാപ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ 17ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി എന്റെ പാപങ്ങൾ കണ്ണുനീരോട് ഞാൻ ഏറ്റുപറഞ്ഞു. യേശുവേ, എന്റെ ഹൃദയം ഞാൻ നിനക്കായി തരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു എന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു, എന്നെ ദൈവപൈതലാക്കി തീർത്തു. ഇന്ന് എനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ഈ അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്, ഇല്ലെങ്കിൽ പിശാചിന്റെ മക്കളാണ്. നിത്യ തീപ്പൊയ്കയിലേക്കായിരിക്കും പോവുക. നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുവാനുള്ള അവസരമാണിപ്പോൾ. നാളെ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മനുഷ്യന്റെ ഭാവി എന്താകും? നിങ്ങളുടെ ഭാവി എന്താകും? രണ്ടാമത് മനുഷ്യനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സമയം ദീർഘമായതിനാല് നിർത്തട്ടെ. രണ്ടാമത് മനുഷ്യൻ അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ചുരുക്കമായി പറഞ്ഞിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ബാക്കി നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ പ്രസ്താവിക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. വേദപുസ്തകം അനുസരിച്ച് 10 യുഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, രണ്ടാമത്തേത് നിഷ്കർമ്മ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6ാമത്തേത് കൃപായുഗം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെ കൃപായുഗം ആരംഭിച്ചു. ഇന്ന് നാം കൃപായുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ വന്നെത്തിയിരിക്കുക. പല പല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നു, കേൾക്കുന്നു. ഇതെല്ലാം മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാരകമായ ഒരു രോഗം, പ്രതിവിധിയില്ലാത്ത പ്ലേഗ്, സൈനിക വിന്യാസം നടത്തുന്നു. 65,000 പട്ടാളക്കാരെയും അതിന്റെ ടാങ്ക് വ്യൂഹങ്ങളുമായി
കുവൈറ്റിന്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നു. അമേരിക്ക തന്റെ പട്ടാളത്തെ അവിടേക്ക് അയക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചു. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അധിക നാളിൽ ഭൂമി നിൽക്കുകയില്ലെന്ന്. ഇതെല്ലാം കണ്ടും കേട്ടും മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്തു നടക്കും? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരു ചൂണ്ടുപലകയാണ്. ഏതോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ എത്തിയിട്ടില്ല, അതിന്റെ ചൂണ്ടുപലകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചുറ്റി കണ്ടു. അതിലെഴുതിയിരുന്നു പിറവം 7 കിലോമീറ്റർ. ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് വിട്ടിരുന്നു. ആ ആരോ മാർക്കും ആ ബോർഡും അത് പിറവുമല്ല, അത് വേറെ ഏതോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ സംഭവങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആരും അത് അറിയാതിരിക്കരുത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? കർത്താവായ യേശു ഒരു മലയിൽ ഇരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് കൃത്യമായി ചോദിച്ചു, കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, നിങ്ങൾ ചില ലക്ഷണങ്ങൾ കാണും. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇവയൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇവയൊക്കെയും ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൂടെ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എന്താണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്? നമ്മുടെ അരുമനാഥനായ, നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന ചൂണ്ടുകളെയാണ് ഈ സംഭവങ്ങൾ. പുറം നിവാസികൾ അതറിയാതിരിക്കുന്നത്. അതുകൂടെ വിളിച്ചു പറയാനാണ് ഈ സുവിശേഷ പ്രസംഗം. ആരെയും പെന്തിക്കോസിൽ ചേർക്കാനല്ല, സത്യം അറിഞ്ഞിട്ട് ചേർന്നാൽ വിരോധവുമില്ല. പെന്തിക്കോസിൽ ചേരാനല്ല, പെന്തിക്കോസ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നില്ല. പെന്തിക്കോസ് അനുഭവത്തെ പ്രാപിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇതാ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ആരോഗ്യം ലഭിക്കുന്ന സമയത്തോളം, സമയം ലഭിക്കുന്നിടത്തോളം ഇത് ഞങ്ങളുടെ ദേശവാസികളോട്, സമശിഷ്ടങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു വരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനായിട്ട് വരുന്നു? ഒരിക്കൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ടു. ഇനി വരുന്നത് പാപികളെ രക്ഷിക്കാനും രോഗികളെ സൗഖ്യമാക്കുവാന് അല്ല, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. 4:16 കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. അന്ന് ക്രിസ്ത്യാനികളെല്ലാം പോകുമെന്നല്ല, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവനോടെ ഇരിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ക്രിസ്തുവിലാകുന്നത്? യേശുവിന്റെ വീണ്ടും വരവിൽ ശരീര രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഇന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവത്തിന്റെ കൽപ്പനയാകുന്ന മുഴുവൻ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈക്കീഴിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് അറിവായതിനു ശേഷം സ്വീകരിക്കണം. അതാണ് ദൈവവചനത്തിലെ ശരിയായ മാമോദീസ. മൂന്നാമത്, കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. 1-ാം നൂറ്റാണ്ടിൽ ശ്രീഹന്മാർ പ്രാപിച്ച പോലെ, യേശുവിന്റെ അമ്മ മറിയ പ്രാപിച്ച പോലെ ഇത് പ്രാപിച്ച് ക്രിസ്തുവിനായി തീരണം. ഈ ലോകത്തിൽ വേർപെടേണ്ടവയിൽ നിന്ന് വേർപെട്ട് ഒരു പരിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോസ്തോലിക കൂട്ടായ്മ ആചരിക്കണം. മൂലക്കല്ലാകുന്ന ക്രിസ്തുവിന്മേൽ അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന വിശുദ്ധ മന്ദിരമായി തിരുസഭയായി തീരണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ഉപദേശങ്ങളെ വിശദമായി നാളെ പ്രസ്താവിക്കാം. എടുത്തുകൊള്ളപ്പെടുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധ മന്ദിരം തന്റെ മണവാട്ടി, തന്റെ കാന്ത കാഹളനാദത്തിങ്കൽ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തര ശരീരത്തോടെ പറന്നു വരും. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. മേലാൽ സംഭവിക്കാനുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ ചുരുക്കമായി പ്രസ്താവിച്ചിരിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാൽ കഴിവുള്ളിടത്തോളം മുഴങ്കാലിലിരിക്കുക. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മേലാൽ സംഭവിക്കാനുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്.
പാപത്തിൽ മുഴുകി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാതെ നിത്യ തീപ്പൊയ്കയിലേക്ക് ഒഴുകുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പിതാവേ, മാതാവേ, ഇന്ന് നിന്റെ രക്ഷാദിവസമാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, രക്തമൂറ്റിയവൻ, നിന്റെ രക്ഷിതാവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പുകാരൻ, രക്ഷിതാവ് ഇന്ന് രാത്രി വേളയിൽ നിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തമൂറ്റിക്കൊണ്ട് രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്ന പാപത്തെ കഴുകിക്കളയുവാൻ തന്റെ പരിശുദ്ധ രക്തമൂറ്റിക്കൊണ്ട്, ഹല്ലേലൂയ, ഇന്ന് രാത്രി വേളയിൽ രക്ഷിതാവ് നിന്റെ സമീപത്ത് നിൽക്കുകയാണ്. മകനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാടുകൾ സഹിച്ചത്. മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുഖരിടം ധരിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഭാരമുള്ള മരക്കുരിശ് ചുമന്നത്. നിനക്ക് വേണ്ടിയാണ് എന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് എന്റെ മുതുക് ഉഴവുചാല് പോലെ കൂടപ്പെട്ടത്. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ഇന്ന് രാത്രി വേളയിൽ നിന്നെ നോക്കിക്കൊണ്ട് നിന്നെ രക്ഷിതാവ് വിളിച്ചു പറയുകയാണ്. ആ സേവകനായ രക്ഷിതാവിന്റെ നേരെ നീ മുഖന്നിരിക്കുകയാണോ? ഇന്ന് രാത്രി വേളയിൽ അവന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുമോ? യേശുവേ, ഇതുവരെയും ഞാൻ നിന്നെ കൂടാതെ ജീവിച്ചു. ഇന്നു മുതൽ എന്റെ പാപവഴിയോട് ഞാൻ യാത്ര പറയുന്നു. നീ എന്റെ രക്ഷിതാവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എനിക്ക് ഈ നരകമല്ല വേണ്ടത്, തീപ്പൊയ്കയല്ല വേണ്ടത്, ആ നിത്യമായ സൗഭാഗ്യമാണ് വേണ്ടതെന്ന് പറഞ്ഞ് യേശുവിന്റെ മാതൃടത്തിലേക്ക് വരുമോ? ദൂരത്തിരുന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, ജംഗ്ഷനിൽ നിന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു നിന്നെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണ് ആർക്കും മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ കണ്ണൊത്ത കണ്ണുകളാണ്. ഒരുപക്ഷെ നീ ഇരുട്ടിന്റെ മറവിലായിരിക്കാതിരിക്കുന്നത്, പക്ഷേ രക്ഷിതാവിന്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേളയിൽ നിന്റെ വീടെടുപ്പിൽ നിലവായിരിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ ദിവസമായിരിക്കട്ടെ. നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടത് നൽകുവാൻ യേശു നിന്നെ വിളിക്കുകയാണ്. കഠിനമായ രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നു എങ്കിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന യേശു നമ്മുടെ മറ്റുലാവിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുകയാണ്. രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി വേളയിൽ ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയും അവന്റെ അടിപ്പിണരുകളിൽ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. വിശ്വാസത്തോടെ നിന്റെ കരം നീട്ടി അവരെ തൊടുമെങ്കിൽ യേശുവിൽ നിന്ന് ശക്തി ഇപ്പോൾ തന്നെ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിക്കുന്നതുപോലെ ഇന്ന് രാത്രി വേളയിൽ മനുഷ്യപുത്രനെ ഉയർത്തുന്നു. അവങ്കിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. നിനക്ക് വിടുതൽ ആവശ്യമോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കുകയും നിനക്ക് സൗഖ്യം ആവശ്യമോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഇന്ന് രാത്രിയിൽ ഉയർത്തിയിരിക്കുകയാണ്. അവങ്ങളിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ, വരുവാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ